പല വ്യക്തികളോട് നമ്മൾ സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും അവരെ പരിചയപ്പെടുമ്പോഴും ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് എന്തൊരു പാവമാണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് നമ്മൾ കാണുന്ന ഈ ഒരു പാവം ഇമേജ് അല്ലെങ്കിൽ ഈ ഒരു പാവം സ്വഭാവം എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു ബിഹേവിയർ രൂപപ്പെട്ട് വരുന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കുട്ടിക്കാലത്തെ മാതാപിതാക്കൾ ഒരുപാട് പാമ്പർ ചെയ്ത് വളർത്തുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവരുടെ ഇമോഷൻസും ഫീലിങ്സും ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ വളർന്നു വരുന്ന കുട്ടികൾ അവരെപ്പോഴും ഇതുപോലൊരു പാവം സ്വഭാവത്തിലേക്ക് ഒതുങ്ങിപ്പോകും എന്നുള്ളതാണ്. മാത്രമല്ല ഓവറായിട്ട് കുട്ടികളെ കൺട്രോൾ ചെയ്ത് വളർത്തുന്ന കുട്ടികളും അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഭയം എപ്പോഴും ഉള്ളിൽ കാണും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളും ഇതുപോലെ വെറും പാവമായി പോകാറുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അവരുടെ ആ ഒരു ലോ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിന്റെ കുറവ് അവർക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ അവർ ക്യാപ്പബിൾ അല്ല എന്നുള്ള തോന്നലൊക്കെ ഈ ഒരു ഉൾവലിയുന്ന സ്വഭാവത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളതാണ്. പിന്നെ കുടുംബത്തിലായാലും ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും ഇവർക്ക് ഒരുപാട് ഇൻസൾട്ട് നേരിടേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് ഇവരെ ആൾക്കാരെ അവോയ്ഡ് ചെയ്യും. ഇവരുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാറില്ല. മാത്രമല്ല ഇവരെ കൺസിഡർ ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ പോലും ഇവരെ ഒഴിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഇത്തരം വ്യക്തികൾ പലപ്പോഴും അവരുടെ ഫാമിലിയിലാണെങ്കിൽ പോലും അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പാരൻസ് പോലും അവർ പറയുന്ന വാക്കുകൾക്ക് ചെവി കൊടുക്കാറില്ല, അല്ലെങ്കിൽ അവർക്ക് ബേസിക് ആയിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ പോലും ഒഴിവാക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. കാരണം അവരെ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവർ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആൾക്കാരല്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ കുട്ടിക്കാലത്ത് ഈ ഒരു സ്വഭാവം എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരിക്കും. നല്ല കുട്ടിയാണ് അല്ലെങ്കിൽ വളരെ പാവമാണ് എന്നുള്ളൊരു ഇമേജിൽ ജീവിച്ചു പോകും. അധ്യാപകരായാലും മാതാപിതാക്കളായാലും ബന്ധുക്കളായാലും അവരെ കൊണ്ട് ആർക്കും യാതൊരു പ്രോബ്ലവും ഇല്ല. പക്ഷെ കുറച്ചുകൂടെ മുതിർന്നു കഴിഞ്ഞ് ജീവിതത്തിലേക്ക് വരുമ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഇവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യും എന്നുള്ളതാണ്. അപ്പോഴും ഈ ഒരു സ്വഭാവം പോസിറ്റീവിനേക്കാൾ നെഗറ്റീവായിട്ടായിരിക്കും ഇവരുടെ ജീവിതത്തെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്വഭാവം മാറ്റിയെടുക്കുക, നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക, നല്ലൊരു ബോഡി ലാംഗ്വേജ് ഉണ്ടാക്കിയെടുക്കുക, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിവർന്ന് നിൽക്കാനും നടക്കാനും ആൾക്കാരോട് ഫേസിൽ നോക്കി കണ്ണിൽ നോക്കി സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുക. പറയേണ്ടത് വ്യക്തമായി പറയുക. എല്ലാവരോടും 1 2 3 എന്ന് പറയുമ്പോൾ അഭിപ്രായത്തിന് മറുപടി പറയാതെ കുറച്ച് സമയമെടുത്ത് പറയാം എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ബിഹേവിയർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ സ്വഭാവം മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വീഡിയോ കാണുക.